കളിക്കാൻ വേണ്ടി കിടക്കുന്നു. ചേട്ടൻ്റെ അടുത്ത് കളിക്കാൻ വന്നു. അപ്പോൾ ചേട്ടൻ കുളിക്കാൻ പോയി. പാവം അച്ഛ പോയി. അച്ഛയെ കൊണ്ടുവന്ന് ആക്കിയിട്ട് വന്നു. ഇനി ദീപക്കില്ല. മമ്മിക്ക് നല്ല ഉഗ്രം പണി. ദീപക്ക് ഇന്ന് കേട്ട് ഇനി ശനിയാഴ്ച വരുള്ളൂ. എല്ലാ മാസവും ഒരു 4 ദിവസം അവധിയാണ് കേട്ടോ അവൻ. അപ്പോൾ നല്ല പണിയാണത്. ചേട്ടൻ്റെ അടുത്ത് കളിക്കാൻ വന്ന് കിടന്നത്. അപ്പോൾ ചേട്ടൻ ബാത്റൂമിൽ പോയി. ഇപ്പോൾ മോൻ ചമ്മി പോയിട്ട് ഇവിടെ കിടക്കും. ചേട്ടൻ്റെ ജോലിക്കൊക്കെ പോകണ്ടേ പൊന്നു. ഇങ്ങനെ കളിച്ച് കിടക്കണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് കിടക്കണം. മമ്മിക്ക് പറ്റുമോ? മമ്മിക്ക് ഇത് അടിച്ചു വാരി വന്നു, മുറ്റം അടിച്ചു വന്നു, മുറ്റം കഴുകി വന്നു, പാത്രങ്ങൾ കഴുകി വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ അടി വിട്ടു. ഇനി പൊന്നിൻ്റെ ചോറ് അടുപ്പത്ത്. പൊന്നിന് ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇറച്ചി തരത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് കിടക്കണം കേട്ടോ ഇവനോട്. കണ്ടോ കിടക്കുന്ന കിടപ്പ് എങ്ങനെയാണ്? കളിക്കാനാണ് ഈ വന്ന് കിടക്കുന്നത്. ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമൊക്കെ ആയില്ലേ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. 2-3 ദിവസമായിട്ട് ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടുന്നു. മോൻ്റെ വീഡിയോ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ പണിത്തിരക്കിൽ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. രാവിലെ വന്ന് കിടക്കുന്നത് കേട്ടോ. കളിക്കാനാണ്, വേറെ ഒന്നുമല്ല, ഉറങ്ങാനൊന്നുമല്ല. ഇങ്ങനെ ഒരു കിടപ്പാണ്. ഈ തലയും താഴോട്ട് വെച്ച്. കള്ളക്കുട്ട എണീക്കട, കള്ളക്കുട്ട എണീക്കട, കള്ളക്കുട്ട. വിളക്കെത്തിക്കണ്ടേ നമുക്ക് വിളക്ക് എത്തിക്കണ്ടേ? ആർത്തി തൊഴണ്ടേ? കാല് തുടച്ച് തരണം അമ്മ. വിളക്ക് പൂജ റൂമിൽ പോകുമ്പോൾ കാല് തുടച്ച് തരണം, വിളക്ക് എത്തിക്കണം, ആർത്തി ചെയ്യണം, തീർത്ഥം കുടിക്കണം. എന്തൊക്കെ പണികളുണ്ട്. ദീപക്കില്ലാത്താനും മോനു. മമ്മിക്ക് ഒത്തിരി പണിയുണ്ട്. മമ്മിക്ക് നീ സഹായിച്ചു തരുമോടാ കള? മമ്മിക്ക് നീ സഹായിച്ചു തരുമോ? നിനക്ക് മമ്മി വാരി തരുന്നുണ്ട്, തുടച്ച് തരുന്നുണ്ട്, മുഖമൊക്കെ തുടച്ച് തരുന്നുണ്ട്, വൃത്തിയാക്കി തരുന്നുണ്ട്, അപ്പി തുടപ്പിക്കുന്നുണ്ട്. പൊന്നു മമ്മിക്ക് സഹായിച്ചു തരുമോ? അടിച്ചൊക്കെ വാരി തരുമോ? അള്ളക്കുട്ടൻ കിടപ്പ് കണ്ടില്ലേ? കിടപ്പ് എനിക്ക് വയ്യ. ഇപ്പം നീ വന്നോ? വന്നോ? പൊന്നു ഇറങ്ങി വന്നോ? മമ്മി വന്നാൽ മമ്മിയുടെ പിറകെ നടക്കും. മമ്മി അങ്ങോട്ട് പോയാൽ കളിക്കണം. അതെ, ചേട്ടനോട് കളിക്കാൻ പോയത്. അപ്പോൾ ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വൈകി പോയിട്ട് പെട്ടെന്ന് ബാത്റൂമിൽ പോയി കുളിക്കാൻ. അവിടെ എന്താ ആരെയും നോക്കുന്ന പൊന്നു? അവിടെ ആരുമില്ല പൊന്നു. തമ്പായി തൊഴുതോ? നമുക്ക് പാത്രമൊക്കെ കഴുകി പ്രണാം ചെയ്യും. തമ്പായി പ്രണാം ചെയ്തേ പൊന്നോ. തമ്പായി റൂമിൽ നോക്കുന്നത്. അതൊക്കെ പൂജ ചെയ്യുക. പാത്രമൊക്കെ കഴുകി മമ്മി വരട്ടെ, പൂജ ചെയ്യുക കേട്ടാ. നിൽക്ക് വെയിറ്റ്. പൂജ ചെയ്യാം നമുക്ക്. പൂജ ചെയ്യുന്നില്ലേ മമ്മി എന്നാണ്. പൂജ റൂമിൽ ചെന്ന് നോക്കണം. പൂജ ചെയ്യാം. പാത്രമൊന്നും എടുത്തിട്ടില്ലല്ലോ. കഴുകാം. ചേട്ടനെ വിടട്ടെ, എന്നിട്ട് കഴുകാൻ നിൽക്കട്ടെ. എന്നിട്ട് നമുക്ക് ആരാമായിട്ട് സ്വസ്ഥതയായിട്ട് പ്രാർത്ഥിക്കാം. പോരെ? ചേട്ടനെയും കൂടെ വിട്ടിട്ട് സ്വസ്ഥതയായിട്ട് പ്രാർത്ഥിക്കാം. ഗ്രില്ലൊക്കെ പൂട്ടി വന്ന് സ്വസ്ഥതയായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച്, തമ്പായി എൻ്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണമേ, ചേട്ടനും ചേച്ചിക്കൊക്കെ നല്ലത് കൊടുക്കണമേ, മമ്മിക്ക് ആയുസ്സും ആരോഗ്യം, അച്ഛക്ക് ആയുസ് ആരോഗ്യം കൊടുക്കണമേ. ഇല്ല പൊന്നോ? മമ്മിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാലേ എൻ്റെ പൊന്നിനെ നോക്കാൻ പറ്റുള്ളൂ. പിടിക്കണ്ട മമ്മി, വരാം. പൂജ ചെയ്യാനാണ് ഈ ധൃതി. ഭയങ്കര പ്രാർത്ഥനയാണ്, ആത്മീയം ഭയങ്കരമാണ്. പൂവൊക്കെ മേടിച്ച് വെച്ചേക്കണ കണ്ടില്ലേ? മമ്മി വരട്ടെ. ചേട്ടയെ വിട്ടിട്ട് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകണം. പൂജാ റൂം തുടക്കണ്ടേ? മോൻ ധൃതി പിടിക്കല്ലേ? പൂജ ചെയ്യാടാ, ധൃതി പിടിക്കല്ലേടാ. മമ്മി പെട്ടെന്ന് പൂജ ചെയ്യും മമ്മി എന്നാണ് പൂജാ റൂമിൽ കിടന്ന് കറങ്ങുന്നത്. ആ പൂവുണ്ട് അവിടെ, പൂ നോക്കണ്ട, അവിടെ ഉണ്ട്. പൂജ ഒന്ന് നോക്കിയതാ കേട്ടോ. പെട്ടെന്ന് പൂജ ചെയ്യാനാണ് ഇതിൻ്റെ അർത്ഥം. ഇങ്ങനെ വന്ന് നോക്കാം. ചെയ്യാം മമ്മി നോക്കാം. പൂജ ചെയ്യടാ പൊന്നാ, പൂജ ചെയ്യാം കേട്ടാ. ശരി. ചേട്ടൻ ഓഫീസിലേക്ക് വിട്ട് ഗ്രില്ലൊക്കെ പൂട്ടി വരണ്ടേ? കള്ളന്മാർ വന്നാൽ അറിയോ? അപ്പോൾ നമുക്ക് എന്നിട്ട് വന്ന് പൂജ ചെയ്യാം. ഇവനെയും നിർത്തിയിട്ട് ഒന്ന് കടയിൽ പോയി കേട്ടോ. കടയിൽ നിന്ന് വന്നപ്പോൾ വിശന്നിരിക്കണം കേട്ടോ. അപ്പം ഞാൻ മോനെ ഫുഡ് ഉണ്ടാക്കുന്ന പെട്ടെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് വിളക്കെത്തിക്കലൊക്കെ ഉണ്ട്. ഇറച്ചിയൊന്നും വെക്കാൻ പറ്റിയില്ല അവൻ്റെ. അപ്പോൾ ആപ്പിളും പപ്പായയും പഴവും കൂടെ ഇട്ട് തൈരും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അവൻ്റെ മിക്സിയിലിട്ട് വച്ചിരിക്കുന്ന അവൻ്റെ ആപ്പിള്, പപ്പായ, പഴം ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ച് തൈര് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഇഷ്ടമല്ല കേട്ടോ. ആപ്പിള്,
പഴം, പപ്പായ ഇതെല്ലാം കൂടെ ഇട്ടടിച്ച് ഇത്തിരി തൈരും കൂട്ടി അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, ആപ്പിൾ കിടപ്പുണ്ട്. ഞാനൊരു ആപ്പിൾ എടുത്തു. പഴം പപ്പായ പച്ചക്കും ഞാൻ കൊടുക്കും, പഴുത്തതും കൊടുക്കും കേട്ടോ. ഒരു പഴം എടുത്ത് ഇത് മിക്സിയിലിട്ട് ഇത്തിരി ജ്യൂസ് പോലെ അടിച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, അവൻ്റെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ഇതേ ഒഴിക്കുന്നുണ്ട് കേട്ടോ. തൈര് അവനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ താമസിച്ച് പോയി. അപ്പോൾ തൈരും ആപ്പിളും പഴവും എല്ലാം, ആപ്പിള്, പഴം, പപ്പായ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ജ്യൂസ്. അപ്പോൾ ഇന്ന് ഒരു ആപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ആപ്പിൾ ഇട്ടു. ഇതെല്ലാം കൂടെ പീച്ചി അവനൊന്ന് ചോറ് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവൻ ഇവിടെ വന്ന് മണപ്പിക്കുന്ന കേട്ടോ. ഇന്ന് എന്താണെന്നുള്ളതാണ് മണപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വാരി കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇന്നലെ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു ഇവൻ ഭയങ്കര തടി വച്ചു എന്ന് കേട്ടോ. തടി ഇത്രയും വരുത്താൻ പാടില്ല എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ തൈരും ആപ്പിളും പപ്പായയൊക്കെ അരച്ചത് ഒന്ന് പീച്ചി അവന് വാരി കൊടുത്തിട്ട് വരട്ടെ. അവനിങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ അവന് ഫുഡ് കഴിക്കാത്തതുണ്ടല്ലോ, കുഞ്ഞുനാളിൽ ഫുഡ് കഴിക്കാൻ ഇച്ചിരി പിറകോട്ടാണ് കേട്ടോ, പിറകോട്ടാണ്. അപ്പോൾ ഈ വർഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, അവന് ഇഷ്ടമുള്ളത് കൊടുക്കുക, അവൻ നല്ല ആക്റ്റീവാണ്. അപ്പോൾ ലാബിന് എപ്പോഴും നമ്മൾ തടി വെക്കുന്നത് ശരിയല്ല, തടി വെച്ചാൽ കാല് പരാലീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ അവന് ഞാൻ കൃമിയുടെ മെഡിസിന് ഒക്കെ കൊടുക്കും. ഇവന് മടി എന്തെന്നറിയാമോ? ചോറ് കഴിക്കാൻ. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു മെഡിസിനുണ്ട്, അത് ഇത്തിരി കയ്പ്പാണ്. അപ്പോൾ അത് കഴിക്കാൻ നേരത്തെ ഇവനറിയാം ഞാൻ കെട്ടിയിട്ടാൽ ആ മെഡിസിൻ കൊടുക്കും ചോറ് കഴിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് അവനുണ്ടല്ലോ ഭയങ്കര മടിയായിട്ടോ ഫുഡ് കഴിക്കാൻ. അതിനാണ് ഫുഡ് കഴിക്കാൻ വരാത്തത്. രാത്രി രാവിലെയൊക്കെ മെഡിസിൻസ് ഇല്ലേ, ഇവർക്ക് മെഡിസിൻ കൊടുക്കണം. അല്ലാതെ നമ്മളൊരു പെറ്റിനെ വെറുതെ വളർത്തിയാൽ പോരാ, ഇവർക്ക് മെഡിസിൻസ് ഉണ്ട്. ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും വന്ന് ഒളിച്ച് കിടക്കണേണ്ടോ. മെഡിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വന്ന് കിടക്കുന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇത് സ്കൂബിയെ കണ്ടോ? അപ്പോൾ അവന് ഈ മെഡിസിൻ കഴിക്കാൻ അവനൊരു വിഷമം. അതുകൊണ്ട് അവന് ഈ ഫുഡ് വേണ്ടാന്നും പറഞ്ഞ് കിടക്കുന്നത്. അവന് വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ ഫുഡിന് വേണ്ടി അവൻ ഓടി വരുന്നു. അപ്പോൾ ഒന്ന് ഫുഡ് കൊടുത്തിട്ട് വരട്ടെ. ഫ്രണ്ട്സ്, ഫുഡൊക്കെ കൊടുത്തു. നേരെ കട്ടിലേക്ക് വന്നു, മുഖമൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ ഇന്ന് ഇത്തിരി വൈകിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനും വൈകും. കാരണം ഞാനൊന്ന് കടയിൽ പോയിട്ടുണ്ടായി, വേറെ ഒന്നുമല്ല. നമ്മൾ താഴത്തെ വീടിൻ്റെ വർക്ക് തുടങ്ങുന്നതല്ലേ. അപ്പോൾ അതിന് മുമ്പ് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ കുറേ ഗാട്ടൻ ഉണ്ടല്ലോ, ബസ്ഫോർഡ് ഗാട്ടൻ, അതൊരു കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒരു 3 എണ്ണം കിട്ടി. ഇനിയും വേണം ഒരു 7 എണ്ണം. ഷോക്കേസിലെ സാധനങ്ങളൊക്കെ താഴത്തെ എല്ലാ പൊട്ടറും തട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വച്ചിട്ട് പിന്നെ നല്ലതൊക്കെ നോക്കി നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അതിന് 2 ലേബേഴ്സിനെ വിളിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച തൊട്ട്. അപ്പോൾ ലേബേഴ്സ് വരും. അപ്പോൾ ഒരാൾ വരാമെന്ന് പറഞ്ഞു, ഒരാൾ വരുമോ ഇല്ലയെന്ന് പറഞ്ഞുകൂടെ. അപ്പോൾ ഞാനും കൂടെ നിന്ന് അയാൾ ഏണി കയറി പിടച്ച് ഓരോ സാധനങ്ങൾ എടുക്കണം, പാക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഗാർട്ടൻസിന് പോയിരുന്നു. അപ്പോൾ ചേട്ടൻ പോയതിൻ്റെ പിറകെ ഞാൻ പോയി. പിന്നെ ഇവന് തൈര് മേടിക്കണം. ഇവൻ വീട്ടിലുണ്ടാക്കുന്ന തൈര് കഴിക്കൂല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തൈര് ഉണ്ടാക്കാറുണ്ട്, അത് കഴിക്കൂല. അവന് അത്ര പുളി ഇഷ്ടമല്ല, അവന് അമൂലിൻ്റെ തന്നെ വേണം. അപ്പോൾ തൈര് ചൂടൊക്കെ അല്ലേ, ഇപ്പോൾ ചൂടാകുമ്പോൾ ഞങ്ങൾ ഡെയിലി പഴവും ഒക്കെ കൊടുക്കും. അപ്പോൾ പഴമൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറച്ച് തുപ്പും, കുറച്ച് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയുമോ, എളുപ്പ പണിക്ക് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന. ആപ്പിൾ ഒരെണ്ണം മിക്സിയിൽ, ഇപ്പോൾ കണ്ടില്ലേ, ആപ്പിള്, പഴുത്ത പപ്പായ, പച്ച പപ്പായ ആണെങ്കിൽ ബോയിൽ ചെയ്തിട്ട് ക്യാരറ്റും ബീൻസും ഒക്കെ ബോയിൽ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ തൈര് ഇട്ടുമാണ് കൊടുക്കുന്നത് കേട്ടോ. പഴുത്ത പപ്പയാണെങ്കിൽ ഞാനിങ്ങനെ കണ്ടോ, പഴുത്ത പപ്പായയും പഴവും എല്ലാം കൂടെ ഒരു ജ്യൂസ് പോലെ അടിച്ച് തൈരിൻ്റെ കൂടെ ഇട്ടിട്ട് അവന് കൊടുക്കുമ്പോൾ അവന് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ മോൻ അങ്ങനത്തെയൊക്കെയാണ് കഴിക്കുന്നത് കൂടുതലും. ഇപ്പം മുതൽ ഇവന് ഭക്ഷണത്തോട് ഒരു ഇതാണ്. ഞങ്ങൾ മിഷ്ടി ദോയിയൊക്കെ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഞങ്ങൾ ബംഗാളി ഡോക്ടറാണ്. ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെറ്റ് ക്ലിനിക്ക് ഡോക്ടറൊക്കെ. ഞാൻ പല വീഡിയോയിലും പെറ്റ് ക്ലിനിക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ രാവിലെ പാല് മേടിക്കാൻ പോവും. പിന്നെ അദ്ദേഹം കാറിൽ പോയിരുന്നാലും ബൈക്കിൽ പോയിരുന്നാലും പിന്നെ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇവനെ കാണാൻ കേട്ടോ കളിക്കുന്നതൊക്കെ. അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇവനെ നോക്കി കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ അങ്ങേർക്ക് നന്നായിട്ടറിയാം.
പിന്നെ എൻ്റെ നേരെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് പെറ്റ് ക്ലിനിക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടും പോകാറുണ്ട്, ഇവൻ്റെ വെയിറ്റൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെയിറ്റ് കൂടാൻ പാടില്ല. ഏത് ലാബറട്ടോറിന് ഒരിക്കലും വെയിറ്റ് കൂടരുത്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് കൂടിയാൽ ഈ കാലിനായിരിക്കും ആദ്യം തളർവാദം വരുന്നത്. അങ്ങനെ കാലിന് തളർവാദം വരികയോ കാല് നടക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. കാരണം അവർ അപ്പിടാൻ കൊണ്ടുപോകണം. പിന്നെ ഇപ്പം ഇത്രയും ഭാരം നമുക്ക് പൊക്കാൻ പറ്റൂല. ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് പണിയാവുന്നുള്ളതുകൊണ്ട് അവൻ്റെ KG ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ വയറൊക്കെ ഞാൻ ചെന്ന് നോക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തെന്ന് പറഞ്ഞാൽ ഇവന് വരുന്ന ഒരു രോഗമെന്ന് പറഞ്ഞാൽ കാലിൽ ഈ മഴയത്ത് വെള്ളമോ ചെളിയോ ഒക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ അലർജി വരും. അത് ഞാൻ പല വീഡിയോയിലും വന്നിട്ട് 1 മാസം ആൻറ്റിബയോട്ടിക് കൊടുക്കും. അതും അദ്ദേഹം എഴുതി തരുന്ന മരുന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പൗഡർ, ഷാമ്പൂ, പിന്നെ കൊച്ചു നാൾ തൊട്ടേ എനിക്ക് അറിഞ്ഞുകൂടാ മറ്റുള്ളവർ കൊടുക്കുമെന്ന്. ഇവർക്ക് സ്കിന്നിൻ്റെയും ലിവറിൻ്റെയും അങ്ങനെ ഒരുപാട് ഹെയറിൻ്റെയൊക്കെ മെഡിസിൻ കൊടുക്കാറുണ്ട്. ഇദ്ദേഹം എഴുതി തരാറുണ്ട്. ഓരോ പ്രായം ചെല്ലുന്തോറും അത് ഡിഫറൻറ്റ് മരുന്ന് നമുക്ക് തരും. ഇപ്പം ഞാൻ കൊടുക്കുന്ന മരുന്നാണ് ഇവന് കൊടുക്കുന്നത്. ഇപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്ന് എനിക്ക് തോന്നുന്നു ഇച്ചിരി കയ്പ്പെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു ഇവന് മടി, ഭക്ഷണം കഴിക്കാൻ മടി. കഴിക്കാൻ വിളിച്ച് ഞാൻ വാരി കൊടുത്താൽ അവൻ കഴിച്ചുകൊണ്ടിരുന്നോളൂ, നല്ലവണ്ണം കഴിക്കും കേട്ടോ. പക്ഷെ കഴിക്കാൻ മടിയെന്ന് പറയുമ്പോൾ ഇവനറിയാം ഞാൻ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് കേട്ട് കിടക്കുന്നുണ്ടോ കള്ളക്കുട്ടെ. ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ മരുന്ന് സിറപ്പ് കൊടുക്കും. അപ്പോൾ അവനത് കഴിക്കുമ്പോൾ തന്നെ എന്നൊക്കെ കാണിക്കും. ഫുഡ് കൊടുത്തതിന് ശേഷം ഒരു മരുന്നുണ്ട്, ആ മരുന്ന് അവൻ്റെ സ്കിന്നിനുള്ളതാണ്. അപ്പോൾ ആ മരുന്ന് ഇച്ചിരി മധുരമാണ്, അത് നല്ലവണ്ണം കുടിച്ചോടും കേട്ടോ. അതൊക്കെ വായൊക്കെ തുറന്നു തരും. ഭക്ഷണത്തിന് മുമ്പുള്ള ഫുഡ് കൊടുക്കാൻ നേരത്തെ, മരുന്ന് കൊടുക്കാൻ നേരത്തെ അവൻ ഇച്ചിരി വായും തുറക്കൂല, തുപ്പിയൊക്കെ കളയും. ചിലപ്പോൾ വാ തുറക്കാതെ ഇങ്ങനെ കുട്ടികളെ പോലെ പിടിച്ചു നിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവൻ ഫുഡ് കഴിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം രാത്രിയും ഉച്ചയ്ക്ക് ഈ മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഗുളിക പെട്ടെന്ന് കൊടുക്കാം ഇവർക്ക്. ഗ്യാസിൻ്റെ ആയിരുന്നാലും കൃമിയുടെയൊക്കെ ആയിരുന്നാലും എന്തിനാ ഗുളിക ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് കൊടുക്കാം. ഈ സിറപ്പ് അവന് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് ഇവൻ ഭക്ഷണത്തോട് വിസമ്മതിച്ച് ഒളിച്ച് ചെന്ന് കിടക്കുന്നത്. മരുന്ന് കഴിക്കാൻ മനസ്സില്ല അവന്, അതുകൊണ്ടാണ് അവൻ ഈ ഒളിച്ചൊക്കെ കിടക്കുന്നത്. അവന് ഭക്ഷണത്തോട് അങ്ങനെയില്ല. ഞാൻ ഭക്ഷണം വാരി കൊടുക്കാൻ നല്ലവണ്ണം ഉണ്ട് കേട്ടോ, നല്ലവണ്ണം കഴിച്ചോളും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കുമ്പോൾ ഇപ്പം അവൻ്റെ അച്ഛൻ ഗേറ്റിൽ വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഡോക്ടർ കാണുന്നുണ്ട്. അപ്പോഴൊക്കെ പറയുമ്പോൾ ഡോക്ടർ വയറും ഒക്കെ പിടിച്ചു അവന് ഓക്കെ ആണെന്നാണ് പറയുന്നത്. അവൻ ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണ്, നല്ല ഇതാണ്, നല്ല ഹെൽത്തൊക്കെ ഓക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ കണ്ണും വായും പല്ലും ചെവിയൊക്കെ നോക്കും അദ്ദേഹം പോകുന്ന വഴിയൊക്കെ. പിന്നെ ഇടയ്ക്ക് ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നും ഞങ്ങൾ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പെറ്റ് ക്ലിനിക്കും ഡോക്ടറും താമസിക്കുന്നത്. പിന്നെ പെറ്റ് കടയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പറയുന്ന മരുന്നും ഫ്ലോർ പോലും നമ്മൾ വാഷ് ചെയ്യുന്ന ഇവന് അലർജി വരുന്നുണ്ട് മാറ്റി കേട്ടോ, മാറ്റി ലൈസൽ മാറ്റി. ഇപ്പം അവർ പറയുന്ന കെനാൽ വാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ഡോക്ടർ എഴുതി തന്നതാണ്. കെനാൽ വാഷിട്ട് ചെയ്താൽ ഇവർക്ക് അലർജി വരില്ല. ഡെറ്റോളും അതിട്ടൊക്കെ തേച്ച് നമ്മൾ ഫ്ലോർ തുടച്ചു കഴിഞ്ഞാൽ ഇവരവിടെ ചെന്ന് കിടക്കുമ്പോൾ തറയിൽ അലർജി വരുമെന്ന് കേട്ടോ. അങ്ങനെയൊക്കെയുള്ളതാണ്, അല്ലാതെ ഇവന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഡോക്ടർ നേരെ ആയതുകൊണ്ടും ഞങ്ങൾ ടെറസിൽ കയറുമ്പം തന്നെ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ് അതിൻ്റെ ഡോക്ടർ അങ്കിൾ നോക്കുന്നെന്ന്. അപ്പോൾ അത്ര എളുപ്പമാണ്. നമുക്ക് ഏത് പാതിരാത്രി എന്തിനും അദ്ദേഹത്തിനെ വിളിച്ചാൽ വീട്ടിൽ വരും. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് ഞങ്ങളുടെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് ക്ലിനിക്കിൻ്റെ മുകളിലാണ് അയാളുടെ വീട്, ഫ്ലാറ്റ്. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല ഇവന്. ഇന്നലെ ഒരു ഫ്രണ്ട്, എൻ്റെ മോൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി ഇവൻ വണ്ണം വെച്ച് വരുന്നു, ഇത്രയും വണ്ണം വെപ്പിക്കാൻ പാടില്ലാന്ന്. ഞാൻ പറയും ഇവന് ഞാൻ കണ്ടിന്യൂ റെഗുലറായിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്നതോ, നമ്മൾ പൂട്ട് കഴിക്കുമ്പോൾ കഴിക്കുന്നതോ, അപ്പം കഴിക്കുമ്പോൾ കഴിക്കുന്നതോ, ഇഡ്ഡലി എടുക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. ഇവന് ഒരു നേരത്തെ ഫുഡ് ഇപ്പോൾ ഉച്ചക്ക് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 4:30 മണിയാകുമ്പോൾ അവന് ബിസ്ക്കറ്റ്, രാത്രിയാകുമ്പോൾ അവന് വല്ല പെഡിഗ്രിയോ, അല്ലെങ്കിൽ പെഡിഗ്രി ഒരു ദിവസം കൊടുത്താൽ പിറ്റേ ദിവസം മുട്ട കൊടുക്കും. ഇപ്പോൾ ചൂടാകുമ്പോൾ ഞാൻ മുട്ട കുറയ്ക്കും, ഇല്ലെങ്കിൽ ചിക്കൻ പുഴുങ്ങി കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. രാവിലെ ബിസ്ക്കറ്റ്. പിന്നെ അവനെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ്, വെജിറ്റബിളിന് വെജിറ്റബിൾ, ചിക്കന് ചിക്കൻ. വേറെ ഇറച്ചി ഞങ്ങൾ കൊടുക്കാറില്ല. ചിക്കൻ വിട്ട് വേറെ ഇറച്ചി കൊടുക്കാറില്ല, ഇവിടെ വെക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേറെ ഡിഫറൻറ്റ് ഫുഡ് ഞാൻ അവന് കൊടുക്കാറില്ല. അതായത് നമ്മൾ കഴിക്കുന്നത് ഒന്നും അവന് കൊടുക്കാറില്ല. നെയ്യോ എണ്ണയോ ഒന്നും ഇട്ട് ഇദ്ദേഹം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അവൻ്റെ. അപ്പോൾ അത് അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അവന് ഒരേ രീതിയിലുള്ള ഫുഡാണ് നമ്മൾ പ്രത്യേകം വച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അവനങ്ങനെ വേറെ ഒന്നും വരാൻ വയറ്റിന് സാധ്യതയൊന്നുമില്ല. കറക്റ്റ് ടൈമിൻ്റെ മെഡിസിൻ, കറക്റ്റ് ടൈമിൻ്റെ ഇത് ഒക്കെയാണ്.
അപ്പം പേടിക്കൊന്നും വേണ്ട. ഇവൻ ഭക്ഷണം കഴിക്കാത്ത ഇവർ കുഞ്ഞുനാൾ തൊട്ടേ ഇച്ചിരി ഈ മരുന്ന് കൊടുക്കുന്നതാണ് അവന് പ്രശ്നം വരുന്നത്. അപ്പോൾ അവന് ഒളിച്ച് കിടക്കുന്നതാണ്. ഭക്ഷണത്തോട് ഇതില്ല കേട്ടോ. ഭക്ഷണം ഇഷ്ടമാണ്, നമ്മൾ വാരി കൊടുത്താൽ നല്ലവണ്ണം കഴിച്ചോളും. പക്ഷേ ഭക്ഷണത്തോട് വിസമ്മതമില്ല. ഈ ചെന്ന് ഒളിഞ്ഞു കിടക്കുന്നത് ഇവന് മരുന്ന് വേണ്ട. ഇവനറിയാം ഞാൻ ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് കൊടുത്ത് ഒന്ന് ബെൽറ്റ് ഇട്ടിട്ട് ഓടാതിരിക്കാൻ ഞാൻ ഒന്ന് കെട്ടിയിട്ടിട്ട് മരുന്ന് സിറപ്പ് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറ് വാരി കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ പെഡിഗ്രി ആയിരുന്നാലും മുട്ട ആയിരുന്നാലും അപ്പോഴാണ് വാരി കൊടുക്കുന്നതൊക്കെ. പൊട്ടയൊക്കെ വെച്ച് കൊടുത്താൽ അവൻ കഴിച്ചോളും കേട്ടോ. ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. പെഡിഗ്രിയൊക്കെ ഞാനൊന്ന് പൊടിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്ര കാര്യമായിട്ട് ഞാൻ അവനെ നോക്കുന്നുണ്ട്, ഡോക്ടറെയൊക്കെ കാണിക്കുന്നുണ്ട്. കള്ളക്കുട്ടി പോയി കിടന്നത് കണ്ടോ? മരുന്ന് കഴിക്കാൻ പറ്റൂലെന്ന് മരുന്ന് കഴിക്കാൻ പറ്റൂലെന്ന് അവന് അടി കൊടുക്കണം. മരുന്ന് കഴിക്കാൻ അവന് പറ്റൂലെന്ന്. മരുന്നൊക്കെ കഴിക്കണ്ടേ? മരുന്നൊക്കെ കഴിച്ചാലല്ലേ മോൻ്റെ ലിവർ, ഹാർട്ട്, സ്കിന്ന് മോൻ്റെ എല്ലാം നല്ലതായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒക്കെ കണ്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി വൈകും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്താൻ വേണ്ടി വൈകും. കാരണം ഇവിടെ വൈഫൈയും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്ലോഡ് ചെയ്ത് വരുമ്പം തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയി വരുമ്പം തന്നെ 1 മണിക്കൂർ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടയിലും പോയി ഇച്ചിരി വൈകിയൊക്കെ പോകും ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ സാധനം പറക്കലും ഒക്കെ ഈ തിരക്കിൻ്റെ ഇടയിലായിരിക്കും. അതായത് മുകളിലത്തെ വീട് നോക്കണം, നമുക്ക് ഫുഡ് വെക്കണം, എല്ലാവരെയും വിടണം, മോനെ നോക്കണം. മോൻ്റെ ഫുഡൊക്കെ നോക്കിയിട്ട് പിന്നെ പണിക്കാരോട് നിന്ന് സാധനങ്ങൾ പിറക്കി പാക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ എല്ലാ സമയത്തിൻ്റെ വിലകളൊക്കെ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.